ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഗ്നോയിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെല്ലാം കോഴ്സുകളുണ്ട് എന്നുള്ളതാണ്. ഇഗ്നോയിൽ ഇപ്പോൾ കാണുന്നത് ഏകദേശം 3 കോഴ്സുകളാണ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 2 ഡിഗ്രി കോഴ്സുകളും 1 MA കോഴ്സുമാണുള്ളത്. ഡിഗ്രി കോഴ്സ് ഒന്ന് 4 ഇയർ ഡിഗ്രിയും രണ്ടാമത്തേത് 3 ഇയർ ഡിഗ്രിയുമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ആദ്യം 4 ഇയർ ഡിഗ്രി എക്കണോമിക്സ് നോക്കാം. BAFEC എന്നാണ് ഇതിൻ്റെ കോഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് BAFEC ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ എക്കണോമിക്സ്, ഈ ഒരു കോഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളാണ് BECC 101 മുതൽ 110 വരെയും, അതുപോലെ തന്നെ BECC 141, 144 പോലെയുള്ള ഈ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ള അതിൻ്റെ ഫുൾ ഫോം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതൊരു 4 ഇയർ ഡിഗ്രി കോഴ്സാണ് എന്നുള്ളത്. ഓക്കെ, 4 ഇയർ ബാച്ചിലർ ഓഫ് ആർട്സ് എക്കണോമിക്സ് മേജർ, അല്ലെങ്കിൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഓണേഴ്സ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണ്. 10ാം ക്ലാസ് SSLC +2 അങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആയിട്ട് പഠിക്കാൻ പറ്റും. നമ്മളെല്ലാവരും ഇംഗ്ലീഷിലാണ് മീഡിയം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എക്സാം എഴുതാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് 4 ഇയർ ആയിട്ടും എഴുതാം, അതുപോലെ 3 ഇയർ ആയിട്ടും എഴുതാം. അതായത് 3 ഇയറിൽ നിങ്ങൾ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഇയർ ഡിഗ്രി കിട്ടും. 4 ഇയർ ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഇയർ ഡിഗ്രി കിട്ടും. നിങ്ങൾക്ക് മിനിമം വരുന്നത്, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മിനിമം വരുന്നത് 3 ഇയറും അല്ലെങ്കിൽ 4 ഇയർ, അതും അല്ലെങ്കിൽ മാക്സിമം വരുന്നത് 6 ഇയേഴ്സ് അല്ലെങ്കിൽ 8 ഇയേഴ്സ്. മാക്സിമം വരുന്നത് 8 ഇയേഴ്സ് ആണ്. 4 ഇയർ ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം. 5300 രൂപയാണ് എന്നുണ്ടെങ്കിലും പെർ ഇയർ ഫീ വരുന്നതാണെങ്കിലും ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 700 രൂപ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ. അതുപോലെ ഇയർ വൈസ് ആണ് എന്ന് വെച്ചാൽ നിങ്ങളെ രജിസ്ട്രേഷൻ, രജിസ്ട്രേഷൻ, എക്സാം രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇയർ വൈസ് ആണ് നടത്തപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ജനുവരി സെഷനിലും ജൂലൈ സെഷനിലും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതൊരു 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ് കേട്ടോ. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്. 3 ഇയറിൽ എക്സിറ്റ് ചെയ്യാം, പക്ഷേ അത് 4 ഇയർ ഡിഗ്രി വരെ നിങ്ങൾക്ക് എന്ത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇംഗ്ലീഷ് ഹിന്ദി എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വരുന്ന സ്റ്റഡി സെൻറ്റർ, ഏതൊക്കെ സ്റ്റഡി സെൻറ്റേഴ്സിലാണ് ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ, രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൂടി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണേഴ്സ് ആണ്. BAECH എന്ന് പറയുന്ന ബാച്ചിലർ ഓഫ് ആർട്സ് ഹോണേഴ്സ് എക്കണോമിക്സ്. ഓക്കെ, ബാച്ചിലർ ഓഫ് ഹോണേഴ്സ്. അപ്പോൾ നമ്മൾ ബാച്ചിലർ ഓഫ് ആർട്സിൽ ഹോണേഴ്സ് ഡിഗ്രി ആയിട്ടുള്ള എക്കണോമിക്സ് ആണ് നോക്കുന്നത്. ഇത് സെയിം ആണ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തന്നെയാണ്, വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ 3 ഇയർ ആണ്, മാക്സിമം 6 ഇയേഴ്സ് ആണ് വരുന്നത്. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നിങ്ങൾക്ക് ചെയ്യാം. സ്പെഷ്യലൈസേഷൻ എക്കണോമിക്സ് എന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ കാണിക്കും. നിങ്ങൾക്ക് BEd അല്ലെങ്കിൽ അതുപോലെയുള്ള മത്സര പരീക്ഷകളോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം ഉപയോഗപ്പെടുന്ന ഒരു കോഴ്സാണ് ഹോണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്ന എക്കണോമിക്സ്. അപ്പോൾ ഇതിൽ +2 തന്നെയാണ്. അതുപോലെ തന്നെ 6000 രൂപയാണ് ഫീസ് വരിക, രജിസ്ട്രേഷൻ ഡെവലപ്മെൻറ്റ് ഫീസും അടക്കം. ഏതൊക്കെ സ്റ്റഡി സെൻറ്റേഴ്സിലാണ് അവൈലബിൾ എന്നുള്ള കാര്യങ്ങളോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, അസൈൻമെൻ്റ് ഉണ്ടോ, പ്രൊജക്റ്റ് ഉണ്ടോ, പ്രാക്ടിക്കൽ ഉണ്ടോ തുടങ്ങിയ വിവരങ്ങൾക്കായിട്ട് എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. ജസ്റ്റ് ഇതിൻ്റെ കോഴ്സിനെ കുറിച്ചിട്ട്, അതായത് അക്കാദമിക് സൈഡ് നോക്കാം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് BECC 101 മുതൽ 104 വരെ ഇതിൻ്റെ കോർ ബേസ് സബ്ജക്റ്റുകളാണ്, അതായത് എക്കണോമിക്സ് ആണ് പഠിക്കുന്നത്. പിന്നെ BEVAE 181 എന്ന് പറഞ്ഞാൽ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് ഒരു എൻവറോൺമെൻറ്റൽ പേപ്പറാണ്. അതുപോലെ ഇംഗ്ലീഷ് പേപ്പറാണ് BEGAE 182. ഇത് ഹിന്ദി പേപ്പറാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇലക്ടീവ് പേപ്പേഴ്സാണ് ഇത്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത്, ഏതാണ് പഠിക്കാൻ എളുപ്പമുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് ചൂസ് ചെയ്യുക. അത് ഏതൊക്കെയാണ് എളുപ്പമുള്ളത്, ഏതൊക്കെയാണ് ക്ലാസ് അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ അറിയാൻ എഡ്യൂഫിക്സ് അക്കാദമിയുടെ മെമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. നമ്മൾ അഡ്മിഷൻ എടുത്ത് തരുന്നതാണ്. അതുപോലെ സെക്കൻഡ് ഇയറിൽ നോക്കൂ നിങ്ങൾ BCC 105 മുതൽ
10 വരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുപോലെ ഇലക്ടീവ് പേപ്പേഴ്സ്, ഇത് കൊണ്ട് ഒരുപാട് പേപ്പേഴ്സുകളുണ്ട്, 30-ഓളം സബ്ജക്റ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾ 4 മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സെക്കൻഡ് ഇയറിലേക്ക്. തേർഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് ഈ 4 111 മുതൽ 114 വരെയും അതുപോലെ തന്നെ 141 മുതൽ 144 വരെയും. ഇതിൽ പിന്നെ ലാസ്റ്റ് ഇയർ തേർഡ് ഇയറിൽ പിന്നെ നിങ്ങൾക്ക് സെലക്ഷൻ ഒന്നുമില്ല, ഓട്ടോമാറ്റിക്കലി അത് കമ്പൽസറി ആയിട്ട് പഠിക്കാനുള്ള സബ്ജക്റ്റുകളാണ് ഫോർത്ത് ഇയറിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ എല്ലാ സബ്ജക്റ്റുകൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അസൈൻമെൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഓരോ വർഷവും സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അസൈൻമെൻറ്റ് ഡീറ്റെയിൽ എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് അതുപോലെ എങ്ങനെ എഴുതണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഞങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങൾക്ക് മെൻറ്ററിങ്ങിലൂടെ പറഞ്ഞു തരുന്നതാണ്. അഡ്മിഷൻ എടുക്കാൻ ഞങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സിൻ്റെ മറ്റൊരു കോഴ്സായ MA എക്കണോമിക്സ് അല്ലെങ്കിൽ PG ആണിത്. പോസ്റ്റ് ഗ്രാജുവേഷൻ അതായത് PG. MA EC എന്നാണ് ഈ ഒരു കോഴ്സിൻ്റെ കോഡ് വരുന്നത്. കോഡുകൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ കോഡുകൾ ഇതിൽ ഇഗ്നോയിൽ വളരെ പ്രത്യേകതയുണ്ട്. അപ്പോൾ MA EC ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം. ഇതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ്, PG പ്രോഗ്രാമാണ്. അതുപോലെ ഡിസ്റ്റൻസ് ആണ്, വീട്ടിലോ അല്ലെങ്കിൽ കോളേജിൽ പോകാതെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. 2 ഇയർ ആണ് മിനിമം, മാക്സിമം വരുന്നത് 4 ഇയർ ആണ്. 2 ഇയർ കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് 4 ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ നിങ്ങൾക്ക് മീഡിയം ആയിട്ട് പഠിക്കാം. അപ്പോൾ എക്സാം വരുന്നത് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മീഡിയം, ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലോ ഹിന്ദി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഏതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ എക്കണോമിക്സ് എന്ന് നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി വരുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അതുപോലെ ഫീ വരുന്നത് 10,200 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇവിടെ 50,500 കൊടുത്തിരിക്കുന്നത്. അത് ഇവിടെ എഴുതിയിട്ടുണ്ട് രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും എക്സ്ട്രാ ആണ് എന്നുള്ളത്. അപ്പോൾ ഇത് ഏതെല്ലാം സ്റ്റഡി സെൻറ്റേഴ്സിലാണ് കേരളത്തിൽ അവൈലബിൾ, എവിടെ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ വേണം, അഡ്മിഷൻ്റെ മുമ്പ് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഡ്യൂഫിക്സ് അക്കാദമിയായിട്ട് ബന്ധപ്പെടാം കേട്ടോ. ജൂണിലും ഇനി വരുന്ന ജൂണിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ എടുക്കാം. അത് കഴിഞ്ഞാൽ ജനുവരിയിലും അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ഒന്നുകൂടെ നോക്കാം. MA എക്കണോമിക്സ്, മാസ്റ്റർ ഓഫ് ആർട്സ് എക്കണോമിക്സ് ഒരു 80 ക്രെഡിറ്റ് പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഇത് ഒരു സെമസ്റ്റർ വൈസ് പ്രോഗ്രാമാണ്. അപ്പോൾ ഓരോ സെമസ്റ്ററിനും 20 ക്രെഡിറ്റ്സാണ് ഓരോ സെമസ്റ്ററിനും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് സെമസ്റ്റർ 1, 2, 3 ഈ 3 സെമസ്റ്ററുകളും കമ്പൽസറിയാണ്. പക്ഷേ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തരുന്നത് 4th സെമസ്റ്ററിലേക്ക് വരുമ്പോൾ ഒരു സ്പെഷ്യലൈസേഷൻ എടുക്കാൻ പറയുന്നുണ്ട്. ഡാറ്റ അനലിറ്റിക്സ്, എനർജി ആൻഡ് എൻവയോൺമെൻറ്റൽ എക്കണോമിക്സ്, ഇൻഷുറൻസ് ആൻഡ് ഫൈനാൻസ് ആൻഡ് സോഷ്യൽ പോളിസി. ഇതിലേതെങ്കിലും സ്പെഷ്യലൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള സബ്ജക്റ്റുകൾ എടുക്കാം. 20 ക്രെഡിറ്റ്സിൻ്റെ സബ്ജക്റ്റുകൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ABCD എന്ന് പറയുന്ന ഓപ്ഷൻസിൽ നിന്നും റാൻഡായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കൂ, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഈ ഒരു 3 സബ്ജക്റ്റുകൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, 20 ക്രെഡിറ്റ്സ് ലഭിക്കും. സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന ഫസ്റ്റ് സെമസ്റ്ററാണ് പറഞ്ഞത്. സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു അടുത്ത 3 ടോട്ടൽ ഫസ്റ്റ് ഇയറിൽ വരുന്ന നിങ്ങൾക്ക് 6 സബ്ജക്റ്റുകൾ പഠിക്കാനാണ്. ടോട്ടൽ 40 ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഈ ഒരു 3 സബ്ജക്റ്റുകൾ പഠിക്കണം. പക്ഷേ നിങ്ങൾ 4th സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 20 ക്രെഡിറ്റ്സിൻ്റെ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ എടുക്കാം. ഗ്രൂപ്പ് E എടുക്കാം, ഗ്രൂപ്പ് B or C or D എടുക്കാം. അല്ല, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യലൈസേഷൻ ഇൻ ഡാറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഇതിലെന്താണ് എനർജി ആൻഡ് എൻവിറോൺമെൻറ്റൽ എക്കണോമിക്സ്, ഇതിൽ ഏതെങ്കിലും സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് കോഴ്സിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ലഭിക്കും. അതെല്ലാം നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടായിട്ട് ഈ ഓരോന്നിൽ നിന്നും 20 ക്രെഡിറ്റ്സ് വരെ, ഓരോന്നിനും ഓരോ കോഴ്സിനും എത്ര ക്രെഡിറ്റ്സാണ് വരുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ 20 ക്രെഡിറ്റ്സ് വരെയുള്ളത് മാത്രമാണ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്ററിൽ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ 20 ക്രെഡിറ്റ്സ്
വരെയുള്ള കോഴ്സുകൾ മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഇപ്പോൾ ഇവിടെ 4 4 4 4 4 ടോട്ടൽ എത്ര വരുന്നുണ്ട്? 20 ക്രെഡിറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഓരോ സെമസ്റ്ററിനും 20 ക്രെഡിറ്റ്സ് ആയതുകൊണ്ട് 4th സെമസ്റ്ററിന് നിങ്ങൾക്ക് 20 ക്രെഡിറ്റ്സ് വരെയുള്ളത് മാത്രമേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു 3 കോഴ്സുകളിലേക്കും ആർക്കെങ്കിലും അഡ്മിഷൻ എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ എഡ്യൂഫിക്സ് അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറുമായിട്ട് കണക്ട് ചെയ്യുക. കൂടുതൽ കോഴ്സുകളെ കുറിച്ച് അറിയാനും ഇഗ്നോയുടെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ എഡ്യൂഫിക്സ് അക്കാദമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.